ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മളുടേത് വളരെ ഒരു സിമ്പിളായ ഒരു ഓണമാണേ. വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് ഇതെൻ്റെ 4ാമത്തെ ഓണം. ഇത്തവണത്തെ ഓണത്തിന് ഒരു ചെറിയ പ്രത്യേകത കൂടെ ഉണ്ട്. ഞാനും രാഹുലും ഒരുമിച്ചുള്ള ഇത് എൻ്റെ ആദ്യത്തെ ഓണം കൂടെയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഒരു സദ്യയൊക്കെ തയ്യാറാക്കി വീട്ടിൽ തന്നെ ഇരുന്നൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി പതിയാണ് അടുക്കളയിലേക്ക് കയറിയത്. അടുക്കളയിൽ കയറുമ്പോൾ ഒരു 9:30 കഴിഞ്ഞു. തലേ ദിവസം തന്നെ വേണ്ട കായ്കറികളൊക്കെ അരിഞ്ഞു വെച്ചുകൊണ്ട് കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ അടുത്തുള്ള ഗ്രോസറി സ്റ്റോറുകളിലൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല പച്ചക്കറികളും കിട്ടാനുമില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ അല്ലേ. ആദ്യം തന്നെ സാമ്പാറിനും പായസത്തിനുമുള്ള വകകളായിരുന്നു ആദ്യം നോക്കിയത്. ഇതിനിടയിൽ വീട്ടിലും വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നായിരുന്നു. രാവിലെ പോയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റാപ്പൊക്കെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇതിനിടയിൽ നിന്ന് കുറേ നേരമായപ്പോൾ കാലൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ കറികളും വെച്ചുണ്ടാക്കി അവസാനം 10-20 കൂട്ടം കറികളായി ഇലയിൽ ആകെ നിറഞ്ഞത്. പൈനാപ്പിൾ പച്ചടിയായിരുന്നു നമ്മൾ രണ്ടുപേരുടെയും ഫേവറേറ്റ്. പായസത്തിലാണെങ്കിൽ കടലപ്രഥമൻ രാഹുലിൻ്റെ ഫേവറേറ്റ് ആണെങ്കിൽ എൻ്റെ പാലട പ്രഥമൻ. എല്ലാം കുക്ക് ചെയ്തും അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തും ഒക്കെ ഒന്ന് പാകപ്പെടുത്തി വരുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കാനിരിക്കുമ്പോൾ ഒരു 2 മണിയായി കേട്ടോ. കുറേ കുക്ക് ചെയ്തുകൊണ്ട് പകുതിയൊക്കെ എൻ്റെ വിശപ്പങ്ങ് മാറിപ്പോയി. പിന്നെ പായസത്തിനകത്ത് ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല. പായസം എനിക്ക് എപ്പോഴും ഇലയിൽ ഒഴിച്ച് കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഓണാശംസകൾ.